ഹായ് ഹലോ അസ്സാം വലൈക്കും. വെജിറ്റേറിയൻസ് മാത്രം കഴിക്കുന്നവരാണോ നിങ്ങൾ? എന്നാൽ പിന്നെ ഈ വീഡിയോ ഒന്ന് കണ്ടിട്ട് പൊക്കോട്ടോ. നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആവുന്ന റെസിപ്പി തന്നെയാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ഞാൻ സോയ ചങ്ക്സ് എടുത്തിട്ടുള്ളത്. അത് ചൂടുവെള്ളത്തിൽ നന്നായിട്ടൊന്ന് സോക്ക് ചെയ്ത് വെച്ചിട്ട് ഇതുപോലെ ഇതിൻ്റെ വെള്ളമെല്ലാം നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കട്ടോ. കാരണം സ്മെല്ലെല്ലാം പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. രണ്ടാമത്തെ തൊട്ട് വീണ്ടും നോർമൽ വാട്ടർ ഒഴിച്ചിട്ട് വീണ്ടും ഇതേപോലെ ഒന്നും കൂടി ചെയ്തെടുക്കട്ടോ. അപ്പോൾ ഞാനിത് നന്നായിട്ട് വെള്ളമെല്ലാം പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇട്ടിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് മാരിനേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ വെച്ചിട്ട് ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് മല്ലി ഒരു സ്പൂൺ ഉണ്ടാവും കേട്ടോ. മല്ലി പിന്നെ ചെറിയ ജീരകം വലിയ ജീരകം ഓരോ സ്പൂൺ വീതം ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ. എല്ലാം വലിയ പീസാക്കിയിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. കാരണം ലാസ്റ്റ് നമുക്കിത് മിക്സിയിലിട്ടൊന്ന് പേസ്റ്റ് ചെയ്തെടുക്കാനുള്ളതാണ്. ഇനി ഇതിലേക്ക് ഒരു ഉള്ളിയും ഒരു തക്കാളിയും കൂടെ കട്ട് ചെയ്തിട്ട് അതും കൂടെ നന്നായിട്ട് വഴറ്റിയെടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം വേറൊരു പാത്രത്തിലേക്ക് ചൂടാറിന് ശേഷം മിക്സിയിലിട്ടൊന്ന് പേസ്റ്റ് ചെയ്തെടുക്കുക കേട്ടോ. ഇനി അതേ പാനിൽ തന്നെ ഞാൻ കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ബട്ടർ ഇട്ടതിന് ശേഷം നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത സോയ ചങ്ക്സ് ഉണ്ടല്ലോ അതും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ നേരത്തെ മിക്സിയിൽ പേസ്റ്റ് ചെയ്തെടുത്തതും അതിൽ കൂടെ കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്തിട്ട് നമ്മൾ ഈ സോയ ചങ്ക്സിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കട്ടോ. ഞാൻ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് ഒരു സ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു അര സ്പൂണോളം മുളക് പൊടി, പിന്നെ ഒരു അര സ്പൂൺ ഗരം മസാല, അതുപോലെ ചിക്കൻ മസാല, കുരുമുളക് പൊടി എല്ലാം കുറേശ്ശെ ഇട്ട് കൊടുക്കട്ടോ. പിന്നെ നിങ്ങൾക്ക് എരിവ് നല്ല വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടുതലും കൂടെ മുളകും പൊടി ഇട്ട് കൊടുക്കുക. ഇനി അതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്തിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കുറച്ച് ഗ്രേവി ടൈപ്പ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ആഡ് ചെയ്യുക. ഞാനിപ്പോൾ കുറച്ച് ഗ്രേവിയും കുറച്ച് ഡ്രൈ അങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. ഇനി ഇതിലേക്ക് ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആവശ്യത്തിന് ഉപ്പും കുറച്ച് പാൽ ഒഴിക്കുന്നുണ്ട്. അത് നോർമൽ പശുവും പാലാണ്. അതും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിന് ലാസ്റ്റ് സ്റ്റേജിൽ കുറച്ച് മല്ലിയില കട്ടാക്കിയത് പിന്നെ കുറച്ച് ബട്ടറും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.